സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. നമസ്കാരം, സ്വാഗതം. ലളിതാ സഹസ്രനാമത്തിലെ അടുത്ത കുറച്ച് നാമങ്ങൾ നമുക്ക് നോക്കാം. ഇന്ന് 811 മുതൽ 820 വരെയുള്ള നാമങ്ങളാണ്. അതിൻ്റെ അർത്ഥമൊക്കെ ഒന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നാമം ചൊല്ലുന്നത് ഒരു ശീലമാക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങൾ അകന്നു പോകുന്നതിന് വളരെ പ്രയോജനം ചെയ്യും. അപ്പോൾ നമുക്ക് പല ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ അതിൻ്റെ കാരണം അന്വേഷിച്ചുകൊണ്ട് ജാതകം നോക്കാനും ഒക്കെ പോകുന്നതിന് ഒരു അർത്ഥമില്ല. കാരണം നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം നമ്മുടെ ഉള്ളിലെ ചിന്തകളുടെ ഒരു ഫലമാണ് നമ്മുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളായിട്ട് തിരിച്ചു വരുന്നത്. അപ്പോൾ ആ ചിന്തകളെ ഒന്ന് റിഫൈൻ ചെയ്തെടുക്കുകയാണ് വേണ്ട. അപ്പോൾ എങ്ങനെയാണ് ചിന്തകളെ റിഫൈൻ ചെയ്തെടുക്കുക എന്ന് ചോദിച്ചാൽ അതിനുള്ള ഏറ്റവും നല്ല വഴിയാണ് ഒന്ന് നാമജപം, പിന്നൊന്ന് കർമ്മം, നല്ല കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് സേവന പ്രവർത്തനങ്ങളിലൂടെ അങ്ങനെയും കർമ്മമാർഗത്തിലൂടെ മുന്നേറുന്നവരുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കർമ്മമാർഗം സ്വീകരിച്ചാൽ പോലും മനസ്സിലെ ചിന്തകളെ ഒന്ന് മാറ്റിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ അതിന് തീർച്ചയായിട്ടും സഹായിക്കുന്നത് ഇതുപോലുള്ള സഹസ്രനാമ ജപങ്ങൾ തന്നെയാണ്. അപ്പോൾ മനഃശുദ്ധി ആണ് ജീവിതത്തിൻ്റെ ആ ഒരു ഐശ്വര്യത്തിനും നേട്ടങ്ങൾക്കും ഒക്കെ ഒരു പ്രധാന കാരണം. അപ്പോൾ മനഃശുദ്ധി നേടാൻ നിരന്തരം നമുക്ക് ശ്രമിക്കുന്നതിലൂടെ നമ്മുടെ അടുത്ത ഒരു ജനറേഷനും അതിൻ്റെ ഒരു ആവശ്യകത പറഞ്ഞു കൊടുക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ മനഃശുദ്ധി നമ്മൾ വിചാരിക്കും ഇതെല്ലാം പ്രായമായവർക്കുള്ളതാണ്, അവർ നാമമൊക്കെ ജപിച്ചോട്ടെ, അതിൻ്റെ ഫലം ഞങ്ങൾക്കൊക്കെ കിട്ടുമെന്ന് ഇപ്പോൾ ഒരു യുവാക്കളും അതുപോലെ വീട്ടിലുള്ള മറ്റ് ആളുകളും ഒക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതൊരു തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് എന്നാണ് തോന്നുന്നത്. കാരണം ഇപ്പോൾ നമ്മൾ ആഹാരം കഴിച്ചാലല്ലേ നമ്മുടെ വിശപ്പ് മാറുള്ളൂ. അപ്പോൾ മറ്റൊരാൾ ആഹാരം കഴിച്ചുകൊണ്ട് നമ്മുടെ വിശപ്പ് മാറില്ലല്ലോ. അതുപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരിക്കലും മറ്റൊരാൾക്ക് എല്ലാം ശരിയാക്കി തരാൻ കഴിയില്ല. ഒരു ചെറിയൊരു പീരീഡ് ഓഫ് ടൈമിൽ എന്തെങ്കിലും നമുക്ക് വേണ്ടി മറ്റുള്ള ഒരാൾക്ക് ചെയ്യാൻ കഴിയും. പക്ഷേ സ്ഥിരമായിട്ട് നമുക്ക് വേണ്ടി എല്ലാം ചെയ്തു തരാൻ മറ്റാർക്കും കഴിയില്ല. അതുകൊണ്ട് നമ്മൾ തന്നെ വേണം ശ്രമിക്കാൻ. അപ്പം മനസ്സിൻ്റെ ഒരു കുറ്റബോധവും അതുപോലെ മനസ്സിൻ്റെ ദുർബല ചിന്തകളുമൊക്കെയാണ് ഈ പാപം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പാപം മാറ്റുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഈ നാമജപത്തിൻ്റെ ഒരു ഉദ്ദേശം. അപ്പോൾ മനഃശുദ്ധി നേടുക എന്ന് പറഞ്ഞാൽ പാപം മാറ്റുക, പാപചിന്തകൾ മാറ്റുക. പാപചിന്തകളെന്ന് പറഞ്ഞാൽ ദുർബല ചിന്തകളെന്ന അർത്ഥമുണ്ട്. അതുപോലെ തന്നെ മനസ്സിൻ്റെ കുറ്റബോധം, അതാണ് പാപം. അല്ലാതെ പാപി പുണ്യം ചെയ്ത ആൾ അങ്ങനെയൊന്നുമില്ല. മനസ്സിൽ നമ്മൾ പല ദിവസേന ചെയ്യുന്ന പല കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ മനസ്സിൽ കുറച്ച് ചിന്തകൾ എപ്പോഴും നല്ല ചിന്തകളായിരിക്കണം എന്നില്ലല്ലോ. കുറേ ദുർബല ചിന്തകളുണ്ടാവും, കുറേ ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ ഇതെല്ലാം മാറ്റുന്നതിനാണ് നാമജപങ്ങൾ. അപ്പോൾ നാമജപങ്ങൾ ഒരു സ്ഥിരമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരാൾക്ക് അയാളുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ വരുന്നതായിട്ട് കാണാം. അപ്പോൾ നമ്മൾക്ക് എന്തൊക്കെയാണ് പാരായണം ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ നാരായണീയം, ഭഗവത്ഗീത, രാമായണം, അതുപോലെ വിഷ്ണു സഹസ്രനാമം, ലളിതാ സഹസ്രനാമം, ഇതെല്ലാം പാരായണം ചെയ്യാം. ഈ പാരായണം നമ്മുടെ മനസ്സിലെ ദുർബല ചിന്തകളെ അകറ്റുകയും അതിലൂടെ ആ മനഃശുദ്ധി നേടിയെടുക്കുമ്പോൾ നമ്മുടെ ചിന്തകളാണ് നമ്മുടെ കർമ്മഫലങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ ആ കർമ്മഫലങ്ങൾ നല്ലതാവും. അപ്പോൾ നാച്ചുറലായിട്ട് വിവാഹം നടക്കുക, അതുപോലെ വീട് വയ്ക്കുക, മക്കളുടെ അഭിവൃദ്ധി, അതുപോലെ ആയുരാരോഗ്യ സൗഖ്യം, ഇതെല്ലാം നാച്ചുറലി സംഭവിക്കുന്നതാണ്. അപ്പോൾ അതിന് നമ്മുടെ ഭാഗത്തുനിന്ന് വേണ്ട ഒരു ചെറിയ കാര്യമാണ് ഈ നാമജപം. സ്ഥിരമായിട്ട് രാവിലെയും വൈകുന്നേരവും കുറച്ച് സമയമെങ്കിലും, അരമണിക്കൂറെങ്കിലും അതിനുവേണ്ടി ഉപയോഗിക്കുന്നവർക്ക് അതിൻ്റെ ഗുണമുണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ലളിതാ സഹസ്രനാമത്തിൽ 811 മുതൽ 820 വരെയുള്ള നാമങ്ങൾ, അതിൻ്റെ അർത്ഥം നോക്കാം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി
നാരായണി നമോസ്തുതേ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഭാഗം അതിൽ വരുന്ന നാമങ്ങൾ: പാശഹസ്ത, പാശഹന്ത്രി, പരമന്ത്ര വിഭേദിനി, മൂർത്ത, നിത്യതൃപ്ത, മുനിമാനസ, ഹംസിക, സത്യവ്രത, സത്യരൂപ, സർവാന്തര്യാമിണി, സതി. ആ നാമങ്ങൾ, അതിൻ്റെ അർത്ഥമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ പാശഹന്ത്രി എന്ന് പറയുന്നുണ്ട്. പാശഹന്ത്രി ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനായിട്ട് പറഞ്ഞത് തന്നെ ഇതിനോട് ബന്ധപ്പെട്ട നാമങ്ങൾ തന്നെയാണ്. ഞാൻ അതിൻ്റെ കാര്യം തന്നെയാണ് പറഞ്ഞത്. പാശത്തെ നശിപ്പിക്കുന്നവൾ. അപ്പം നമ്മുടെ എല്ലാ പാപചിന്തകളും എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാത്തിനും കാരണം പാശമാണ്. നമ്മൾ പലതിനോടും ഒട്ടി നിൽക്കുന്നു. പാശശബ്ദം ബന്ധനം, അതുപോലെ ആശകൾ, അവിദ്യ, അജ്ഞാനം, ഇതിനെയൊക്കെ കാണിക്കുന്നു. അപ്പോൾ ഇതിനെല്ലാം നശിപ്പിക്കുന്നവൾ ദേവി എന്നർത്ഥമാണ്. അതാണ് പാശം. പാശത്തെ നശിപ്പിക്കുന്നവൾ, അല്ലെങ്കിൽ ആശാപാശങ്ങളെ നശിപ്പിച്ച് ജീവനെ മോക്ഷത്തിലേക്ക് നയിക്കുന്നു. അപ്പോൾ ഡെയിലി നാമം ജപിക്കുന്നവർക്ക് ഈ ആശാപാശങ്ങൾ കുറഞ്ഞു വരികയും, അതുപോലെ നമ്മൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും സന്യാസിയാവണം എന്നുള്ള അർത്ഥമല്ല. ആശാപാശങ്ങൾ കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പലതിനോടും അമിതമായിട്ടുള്ള ഒരു ഒട്ടൽ, അത് നമ്മൾ അമിതമായിട്ടുള്ള നമ്മുടെ ആ ഒരു തീവ്രമായിട്ടുള്ള ആ ഒരു ബന്ധം, അത് നമ്മളെ പല ബുദ്ധിമുട്ടുകളിലേക്ക് നയിക്കും. അതുകൊണ്ട് അത് ഇല്ലാതെയാക്കാൻ ആശാപാശങ്ങളെ നശിപ്പിക്കണമെന്നും, അതുപോലെ മോക്ഷത്തിലേക്ക് നയിക്കുന്നു ക്രമേണ എന്ന്. അതാണ് ഹന്ത്രി ഇല്ലാതെയാക്കുക എന്നാണ് അർത്ഥം. പാശത്തെ ഇല്ലാതെയാക്കുക, പാശഹന്ത്രി, പാശത്തെ നശിപ്പിക്കുന്നവൾ ദേവി. പിന്നെ അടുത്ത 812 പരമന്ത്ര വിഭേദിനി. പരന്മാരുടെ, അതായത് ശത്രുക്കളുടെ മന്ത്രത്തെ, പലതരത്തിലുള്ള മന്ത്രങ്ങളുണ്ട്. അതായത് ചിലവർ ആഭിചാരക്രിയകളൊക്കെ ചെയ്ത് മറ്റുള്ളവരെ നശിപ്പിക്കണം എന്നൊക്കെയുള്ള രീതിയിലൊക്കെ ചെയ്യുന്നവരൊക്കെ ഉണ്ട് ഈ ലോകത്ത്. അതെല്ലാം ഉണ്ട്. സമൂഹം നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര സ്ട്രെയിറ്റ് ഫോർവേഡൊന്നും അല്ല. അങ്ങനെ മന്ത്രങ്ങളെയൊക്കെ തന്നെ ചീത്ത രീതിയിൽ ഉപയോഗിക്കുന്നവരുണ്ട്. അതിനെയാണ് ആഭിചാരക്രിയകൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യങ്ങളെ ഭേദിക്കുന്നവൾ, അല്ലെങ്കിൽ നശിപ്പിക്കുന്നവൾ. അപ്പോൾ ശത്രുക്കളുടെ ഈ മന്ത്രത്തെ മോശമായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കുന്നതിനെ നശിപ്പിക്കുന്നു ദേവി എന്നാണ്. അതാണ് പരമന്ത്ര വിഭേദിനി. ശത്രുക്കളുടെ ആഭിചാരം പോലുള്ള മന്ത്ര ക്രിയകളെ വിഭേദിക്കുന്നു, അല്ലെങ്കിൽ നശിപ്പിക്കുന്നവൾ ദേവി. അപ്പോൾ ശരിയായിട്ടുള്ളൊരു ഭക്തനെ ഒരു ആഭിചാരക്രിയ കൊണ്ടും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നു. ആരും തന്നെ ഒരു ശരിയായിട്ടുള്ളൊരു ഭക്തൻ്റെ നേരെ അല്ലെങ്കിൽ ആഭിചാരക്രിയകൾ അനുഷ്ഠിച്ചാൽ അത് അയാളെ ഏൽക്കില്ല. അത് തിരിച്ച് ആ ചെയ്തവന് തന്നെ അത് തിരിച്ച് വരും എന്നാണ് പറയുന്നത്. പിന്നെ അടുത്ത് 813 മൂർത്ത അമൂർത്ത. 813 14 ഒരുമിച്ച് പറയാം. മൂർത്ത അമൂർത്ത. 813 മൂർത്ത, 814 അമൂർത്ത. മൂർത്ത രൂപമുള്ളവൾ, അമൂർത്ത രൂപമില്ലാത്തവൾ. അപ്പോൾ നമ്മൾ ദേവിയുടെ പല നാമങ്ങളും ഒക്കെ പഠിക്കുമ്പോൾ ദേവിയെ രൂപമുള്ളവളായിട്ടും പറയും, രൂപമില്ലാത്തവളായിട്ടും പറയും. ഇപ്പോൾ രൂപമുള്ളവൾ എന്ന് പറയുമ്പോൾ ജലമായിട്ടും വായുവായിട്ടും അഗ്നിയായിട്ടും ആകാശമായിട്ടും എല്ലാം ദേവീ സ്വരൂപമാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം ദേവി സ്വരൂപമാണെന്ന് പല നാമങ്ങളിലായിട്ട് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം രൂപമുള്ളവൾ എന്ന് പറയാം. ഇനി രൂപമില്ലാത്തവൾ, ശില. അപ്പോൾ നമ്മളിപ്പോൾ രൂപമുള്ളവളെന്ന് പറയുമ്പോൾ വൃക്ഷം, ജലം, ഇതൊക്കെ രൂപമുണ്ട്. അപ്പോൾ ഇതെല്ലാം ദേവീ രൂപമാണെങ്കിൽ രൂപമുള്ളവൾ. ഇനി രൂപമില്ലാത്ത വായുണ്ട്, അതുപോലെ ആകാശമുണ്ട്. ഇതിനൊന്നും രൂപമില്ല. അപ്പോൾ അതും ദേവിയാണെങ്കിൽ അത് അമൂർത്ത രൂപമാണ്. അപ്പോൾ മൂർത്ത എന്നും മൂർത്ത എന്ന് പറയുമ്പോൾ രൂപമുള്ളവൾ, അമൂർത്ത എന്ന് പറയുമ്പോൾ രൂപമില്ലാത്തവൾ. ഇനി ഈ അനിത്യതൃപ്ത എന്ന് പറയുന്നത്, അനിത്യതൃപ്ത, അതാണ് 815 നാമം. അനിത്യങ്ങളായിട്ടുള്ള, നിത്യമല്ലാത്ത, നിത്യം എന്നും ഇവിടെ ഉള്ളത്, നിത്യമല്ലാത്ത പദാർത്ഥങ്ങളെ കൊണ്ട് ഉപചാരങ്ങളാൽ തൃപ്തിപ്പെടുന്നവൾ. അപ്പോൾ ഇവിടെ നമ്മൾ പൂജ, ഹോമം, യാഗമൊക്കെ നടത്തുമ്പോൾ പലതരം ദ്രവ്യങ്ങൾ അർപ്പിക്കും, അതുപോലെ നിവേദ്യങ്ങളൊക്കെ തയ്യാറാക്കും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ദൃഷ്ടിയിൽ ഇതൊക്കെ വലിയ കാര്യമാണ്.
കാര്യമാണ്. എന്നാൽ ഒരു ദേവീ ദേവതാ സങ്കല്പങ്ങളുടെ മുമ്പിൽ ഇതൊക്കെ അനിത്യമാണ്. കാരണം ഈ സർവ്വജഗത്തിനും കാരണമായിട്ടുള്ള ദേവി അല്ലെങ്കിൽ ഭഗവാൻ എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ പിന്നെ എന്താ പറയുക, നാം അർപ്പിക്കുന്ന പൂജാദ്രവ്യങ്ങളുടെ ആവശ്യം തന്നെ ഇല്ല. കാരണം ഇതൊന്നും അവർക്ക് ആവശ്യമില്ല, ഇതെല്ലാം സൃഷ്ടിച്ചത് അവരാണ്. അപ്പോൾ എന്നാലും ഭക്തന് തൻ്റെ കാരുണ്യം പ്രദർശിപ്പിക്കാൻ വേണ്ടി ഭക്തന് ഇതെല്ലാം നൽകുമ്പോൾ ദേവി അത് സ്വീകരിക്കുന്നു എന്ന് പറയുന്നു, അതിൽ തൃപ്തയാകുന്നു എന്ന് പറയുന്നു. അപ്പോൾ അർപ്പിക്കുന്ന വസ്തുക്കളുടെ അനിത്യത്വമല്ല, എന്നാൽ അവിടെ അർപ്പിക്കുന്ന ഭക്തൻ്റെ ഭക്തിയാണ് ദേവിയെ തൃപ്തിപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മൾ അർപ്പിക്കുന്നത് വലിയൊരു സംഭവമായിട്ടല്ല ദേവി തൃപ്തിപ്പെടുന്നത് എന്നും ആ അർപ്പിക്കുന്ന ഭാവം അത് ആ ഭക്തിയാണ്, ആ ഭക്തിയിലൂടെയാണ് ദേവി തൃപ്തയാകുന്നത് എന്ന് പറയുന്നു. അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് 9ാമത്തെ ചാപ്റ്ററിൽ 26ാമത്തെ ശ്ലോകം, പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയാ പ്രയച്ഛതി തദഹം ഭക്തി ഉപഹൃതം അശ്നാമി പ്രേതാത്മനഃ എന്ന്. ആരാണോ ഒരു ഇലയോ പത്രം ഒരു പൂവോ ഒരു പഴമോ ഒരിത്തിരി വെള്ളമോ ഭക്തിയോട് സമർപ്പിക്കുന്ന, അവൻ്റെ ആ ഭക്തിയോട് സമർപ്പിക്കുന്ന ആ ഒരു ദ്രവ്യം ഞാൻ സ്വീകരിക്കും എന്ന് പറയുന്നു. ആ ദ്രവ്യത്തെ ഞാൻ അനുഭവിക്കുന്നു. അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു വഴിപാട് പോലെ കഴിക്കുന്നത് കൊണ്ട് ഒരു കാര്യമില്ല. കാരണം ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച ദേവി അല്ലെങ്കിൽ ഭഗവാന് ഇതൊന്നും ആവശ്യമില്ല. എന്നാൽ നമ്മളത് വളരെ നമ്മുടെ ആ ഒരു ഭാവം നല്ലതാവുമ്പോൾ അത് തൃപ്തിയോടുകൂടി സ്വീകരിക്കും എന്നാണ് പറയുന്നത്. ഇനി 816ാമത്തെ നാമം മുനി മാനസ ഹംസയ. മുനികളുടെ മനസ്സാകുന്ന മാനസ സരസ്, അതിന് അരയന്നമായവൾ. അപ്പോൾ മുനികളുടെ മനസ്സ്, ആ മുനികളുടെ മനസ്സ് ബ്രഹ്മാവിൻ്റെ മനസ്സിൽ നിന്നാണ് അല്ലോ പുരാണങ്ങളൊക്കെ ഉണ്ടായത്. ഇനി ബ്രഹ്മാവിൻ്റെ മനസ്സിനെ പിന്നെ മാനസ സരസിൽ ജീവിക്കുന്നു അരയന്നങ്ങൾ എന്ന് പറയും. അങ്ങനെ അരയന്നങ്ങൾ മാനസ സരസിൽ ജീവിക്കുന്നു എന്നും ബ്രഹ്മാവിൻ്റെ മനസ്സിൽ നിന്നുണ്ടായതാണ് പുരാണങ്ങൾ എന്നും പറയുന്നുണ്ട്. ആ ബ്രഹ്മാവിൻ്റെ മാനസ സരസിൽ നിന്നുണ്ടായ ആ സരസിലെ അരയന്നങ്ങളെ പോലെ ആണ് മുനിമാരുടെ മനസ്സിൽ ദേവി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ മുനിമാരുടെ മനസ്സിൽ എങ്ങനെയാണോ ഈ സരസിലെ അരയന്നങ്ങൾ വളരെ ഭംഗിയായിട്ട് അത് മൂവ് ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, അതുപോലെ മുനിമാരുടെ മനസ്സിൽ ദേവി സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. അതാണ് മുനികളുടെ മനസ്സാകുന്ന മാനസ സരസിന് അരയന്നമായവൾ. മുനികളുടെ മനസ്സാകുന്ന മാനസ സരസിന് അരയന്നമായവൾ ദേവി എന്നർത്ഥം. മാനസം എന്നാൽ മനസ്സ് എന്നർത്ഥം. മാനസ സരസ് എന്ന് പറയുന്നത് കൈലാസത്തിലെ ഒരു പുണ്യതീർത്ഥമാണ്. അപ്പോൾ ബ്രഹ്മാവിൻ്റെ മനസ്സിൽ നിന്നുണ്ടായതാണ് മാനസ സരസ് എന്ന് പറയുന്നുണ്ട് പുരാണങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ മുനികളുടെ മാനസ സരസിൽ ഹംസങ്ങളെ പോലെ സ്ഥിതി ചെയ്യുന്ന ദേവി എന്നർത്ഥം. ഇനി അടുത്തത് സത്യവ്രത. 817ാമത്തെ നാമം സത്യവ്രത. സത്യവ്രതമുള്ളവൾ, സത്യം പറയുക, സത്യസന്ധമായിട്ട് പെരുമാറുക എന്ന് പറയുന്ന ഒരു നല്ല ഗുണമാണല്ലോ. അതൊരു വ്രതമായിട്ട് കൊണ്ട് നടക്കണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ നമ്മൾ പലതരം കോലാഹലങ്ങൾ, ഇപ്പോൾ ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ, ദേവന്മാരുടെ കാര്യങ്ങളിൽ, മൂർത്തികളുടെ കാര്യത്തിൽ വരെ തർക്കങ്ങളും കള്ളത്തരങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതാണ് കലികാലം എന്ന് പറയുന്നത്. ഇവിടെ സത്യസന്ധത എന്ന് പറയുന്നത് അത് എപ്പോൾ വേണമെങ്കിലും ആളുകൾ മാറ്റും. സത്യം പറയുന്ന ആൾ അതിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും അയാൾ മാറും. കാരണം അയാൾക്ക് എന്തെങ്കിലും ഒന്ന് പേഴ്സണലായിട്ട് നേടാനുണ്ടെങ്കിൽ അയാൾ ആ സത്യസന്ധത കൈവിടും. എന്നാൽ സത്യവ്രതമുള്ളവൾ എന്നാണ് ഒരു 817ാമത്തെ നാമം. സത്യത്തെ ഒരു വ്രതമായിട്ട് കൊണ്ട് നടക്കുക, അതായത് സത്യസന്ധമായിട്ട് പെരുമാറുക, സത്യം മാത്രം പറയുക, ഇതാണ് ആ വ്രതങ്ങൾ കൊണ്ട് പ്രാപിക്കാവുന്നവളാണ് ദേവി. അപ്പോൾ സത്യസന്ധത ഒരു വ്രതമായിട്ട് കൊണ്ട് നടക്കുന്നവർക്ക് പ്രാപിക്കപ്പെടാവുന്നവൾ അല്ലെങ്കിൽ അതിലൂടെ പ്രാപിക്കുന്നവളാണ്, അല്ലെങ്കിൽ അതിലൂടെ പ്രാപിക്കാവുന്നവളാണ് ദേവി എന്ന് പറയുന്നു. അപ്പോൾ സത്യങ്ങളായ വ്രതങ്ങളോട് കൂടിയവൾ എന്നും പറയാം. സത്യം എന്ന പദം ബ്രഹ്മത്തെയും കുറിക്കുന്നുണ്ട്. അപ്പോൾ അത് ആ ബ്രഹ്മം പ്രിയമായിട്ടുള്ളവൾ എന്നും അർത്ഥം. ഇനി അടുത്തത് സത്യരൂപ. 818 സത്യരൂപ.
സത്യം തന്നെ രൂപമായവൾ, അതാണ് സത്യരൂപ. സത്യസ്വരൂപിണി എന്നാണ് അതിൻ്റെ അർത്ഥം, സത്യം തന്നെ രൂപമായിട്ടുള്ളവൾ. അപ്പോൾ ഭൂതം, വർത്തമാനം, ഭാവി എന്നുള്ള കാലങ്ങളിൽ മാറ്റം വരാത്ത രൂപമുള്ളവൾ, അതാണ് സത്യരൂപ. സത്യം തന്നെ രൂപമായിട്ടുള്ളവൾ. അപ്പോൾ ഇവിടെ നമ്മൾ പറയും എന്താണ് ഇവിടെ എന്നും ഉള്ളത്? അപ്പോൾ എന്നുമുള്ളത് ആ ഒരു ചൈതന്യം, അത് ഭഗവാന്റെ രൂപത്തിലും ദേവിയുടെ രൂപത്തിലുമൊക്കെ ഉള്ള ഒരു ചൈതന്യം മാത്രമാണ് ഇവിടെ ഉള്ളത്. പക്ഷേ ബാക്കിയെല്ലാം നശിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഭഗവാൻ മാത്രമേ ഉള്ളൂ, ഭഗവതി മാത്രമേ ഉള്ളൂ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ആ സത്യം തന്നെ രൂപമായിട്ടുള്ളവളാണ് ദേവി എന്നും സത്യസ്വരൂപിണി എന്ന് നമുക്ക് പറയാം. അപ്പോൾ സത്യസ്വരൂപിണി ഏത് കാലത്തും, ഭൂതകാലത്തിലും വർത്തമാനകാലത്തിലും ഇനി ഭാവി കാലത്തിലും ഒരു മാറ്റവും വരാത്ത രൂപത്തോടു കൂടിയിരിക്കുന്നവൾ, അതാണ് സത്യരൂപ. സത്യം തന്നെ രൂപമായിട്ടുള്ളവൾ, സത്യസ്വരൂപിണിയായിട്ടുള്ളവൾ. അതിനെയാണ് നമ്മൾ സനാതനം എന്ന് സത്യത്തിന് പറയും, എന്നും എന്നും നിലനിൽക്കുന്നത്. അപ്പോൾ ഒരു പ്രത്യേക സമയത്ത് സത്യമെന്ന് തോന്നുന്നല്ല, എപ്പോഴും സത്യമായിട്ട് എപ്പോഴും നിലനിൽക്കുന്ന സനാതനം എന്ന് പറയുന്നത് അതാണ്. സനാതന സത്യം എന്ന് പറയുമ്പോൾ എന്നും നിലനിൽക്കുന്ന സത്യം. ഇപ്പോൾ ഹിന്ദു മതം സനാതന ധർമ്മമാണ് എന്ന് പറയും, കാരണം എന്നും നിലനിൽക്കുന്നതാണ്, അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കില്ല. അതുകൊണ്ടാണ് പറയുന്നത് എന്നും നിലനിൽക്കുന്ന, എല്ലാ കാലത്തും എല്ലായിടത്തും എല്ലാ സാഹചര്യത്തിലും മാറാത്ത ഒരേ ഒരു സത്യം, അതിനെയാണ് സനാതന സത്യം എന്ന് പറയുക. ആ സത്യമാണ് ദേവിയുടെ രൂപം, അതാണ് സത്യരൂപ എന്ന് ദേവിക്ക് നാമം. ഇനി 819 നാമം സർവ അന്തർയാമിനി. സർവ അന്തർയാമിയായിട്ടിരിക്കുന്ന, സർവഭൂതങ്ങളുടെയും ഉള്ളിൽ അന്തർയാമിയായിട്ടിരിക്കുന്നു. അതാണ് എല്ലാ ജീവികളുടെയും അന്ധക്കരണങ്ങളെ നിയന്ത്രിക്കുന്നവൾ. അന്തർയാമിയായിട്ടിരുന്ന് ചൈതന്യരൂപിണിയായിട്ടിരുന്ന് എല്ലാവരുടെയും ഉള്ളിലും എല്ലാ അന്ധക്കരണങ്ങളെയും നിയന്ത്രിക്കുന്നവൾ ദേവി എന്ന അർത്ഥം. ഇനി അടുത്ത 820 നാമം സതി. പതിവ്രതയായിട്ടുള്ളവൾ, അല്ലെങ്കിൽ ശിവനോടൊപ്പം ശക്തി രൂപത്തിൽ ദേവി സ്ഥിതി ചെയ്യുന്നു. അർദ്ധനാരീശ്വര സങ്കല്പത്തിലൊക്കെ ശിവൻ്റെ പകുതി ഭാഗം ദേവിയാണ്. അപ്പോൾ ശിവനോടൊപ്പം ശക്തിയായിട്ട്, ശിവശക്തി ഐക്യരൂപിണി എന്ന് പറയും. അപ്പോൾ അത് ഈ ശിവശക്തി ഐക്യരൂപിണി ലളിതാംബിക എന്ന് അവസാനത്തെ നാമം ലളിതാ സഹസ്രനാമത്തിലുണ്ടല്ലോ. അപ്പോൾ ശിവൻ്റെ അർദ്ധാംഗം തന്നെ സ്വന്തമാക്കിയിട്ട് ശിവനെ അർദ്ധനാരീശ്വരനാക്കിയത് ദേവിയാണ്. അപ്പോൾ ശിവൻ്റെ പകുതി ഭാഗം ദേവി സ്വന്തമാക്കുകയും അങ്ങനെ ശിവനെ അർദ്ധനാരീശ്വരനാക്കി മാറ്റിയത് ദേവിയുടെ പാതിവ്രത്യ ശക്തി കൊണ്ടാണ് എന്ന് പറയുന്നു. അതുകൊണ്ട് ദേവിക്ക് സതി എന്ന പേരുണ്ട്. അതുപോലെ തന്നെ ദക്ഷ പ്രജാപതിയുടെ പുത്രിയായിട്ട് ദേവി സതി എന്ന പേരോടുകൂടി അവതരിച്ചു. ആ ശിവപത്നിയായിട്ട് ദക്ഷനും പരമശിവനും ഒക്കെ ഒരു സ്വരച്ചേർച്ചയില്ലായ്മയുണ്ടായ ഒരു കാലത്ത് ശിവനെ നിന്ദിക്കാൻ വേണ്ടി ദക്ഷയാഗം നടത്തിയ ദക്ഷനെ ക്ഷണിക്കാതെ തന്നെ ആ ദക്ഷയാഗത്തിൽ സതീദേവി പങ്കെടുക്കുകയും ആ യാഗം കാണാൻ അവിടെ എത്തിയപ്പോൾ അവിടെ വെച്ച് ശിവനെ നിന്ദിച്ച ആ ഒരു സതീദേവി സതീദേവിയെ ദക്ഷനും നിന്ദിക്കുന്നു, ദക്ഷൻ ശിവനെയും നിന്ദിക്കുന്നു. അപ്പോൾ ഇതിൽ കോപം കൊണ്ട് സതീദേവി തൻ്റെ ശരീരം അവിടെ അഗ്നിയിൽ സമർപ്പിക്കുന്നതും അഗ്നിയിൽ ഇല്ലാതെയാക്കി അല്ലെങ്കിൽ അഗ്നിയിൽ എരിച്ച് കളയുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ കൊണ്ട് ദക്ഷയാഗം മുടങ്ങി എന്നൊക്കെ പറയുന്ന ആ ഒരു കഥയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാക്കാണ് ഇവിടെ സതി. അതായത് ശിവൻ്റെ പത്നിയായിട്ട് ശക്തി രൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവി, ദക്ഷൻ്റെ മകളായ സതി രൂപത്തിൽ ശിവൻ്റെ പത്നിയായിട്ട് സ്ഥിതി ചെയ്യുന്ന ദേവി അല്ലെങ്കിൽ പതിവ്രത എന്ന അർത്ഥമാണ് ഇവിടെ സതി എന്ന ഒരു നാമത്തിനുള്ളത്. അങ്ങനെ ഇത്രയും ഭാഗങ്ങൾ മഹാദേവിക്ക് സമർപ്പിക്കുന്നു. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ദേവി നാരായണി നമോസ്തുതേ. നമ്മളിന്ന് നോക്കിയ ഭാഗം 811 തൊട്ട് 820 വരെയുള്ളതാണ്. അപ്പോൾ പറഞ്ഞ ഭാഗങ്ങൾ പാശഹസ്ത, പാശഹന്ത്രി, പരമന്ത്ര വിഭേദിനി, മൂർത്താമൂർത്ത, നിത്യതൃപ്ത, മുനിമാനസ, ഹംസിക,
സത്യവ്രത സത്യരൂപ സർവാന്തര്യാമിനി സതി ബ്രഹ്മാണി ബ്രഹ്മജന്നി ബഹുരൂപ പദാർച്ചിത ആ ഒരു ഭാഗത്ത് വരുന്ന 811 മുതൽ 820 വരെയുള്ള നാമങ്ങൾ അതിൻ്റെ അർത്ഥമാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ ഇത്രയും ഭാഗം മഹാദേവിക്ക് സമർപ്പിച്ചുകൊണ്ട് സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം, വളരെ നന്ദി. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം. ഓം തത്സത്.